ചെറിയൻ സ്പ്രിംഗ് വാലിയിൽ വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അല്ല, ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ ഉൾപ്പെടെയുള്ള ആളുകൾ, പീരുമേട് MLA വാടൂർ സോമൻ, ഒപ്പം തന്നെ വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഇന്ന് കാട്ടുപോത്തിനെ വെടിവെക്കുമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണോ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഇതിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വന്യജീവി ആക്രമണം നേടുന്ന ഒരു പ്രദേശമാണ് സ്പ്രിംഗ് വാലി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ രാജീവിനെതിരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഗുരുതര പരിക്കുകളോട് തന്നെ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി വൈകിട്ട് ഈ കാട്ടുപോത്തിനെ പിടികൂടാനും അതോടൊപ്പം തന്നെ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് അയക്കുക അല്ലെങ്കിൽ മയക്കോടി വെക്കാനുള്ള ഉത്തരവൊക്കെയിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഈ കാട്ടുപോത്തിനെ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഏകദേശം 7:30 കൂടിയാണ് വനംവകുപ്പിനെ ഇവിടുന്ന് നാട്ടുകാർ തിരിച്ച് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഈ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് അയക്കുമെന്ന ഒരു ഉറപ്പുണ്ടായതോട് മാത്രമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ തിരികെ വിട്ടത്. എന്നാൽ ഇന്ന് രാവിലെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ കാട്ടുപോത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ സജീവമായിട്ട് നടക്കുകയാണ്. എന്നാൽ നിലവിൽ ഇതുവരെ ആ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ശൃംഗാരി നിവാസികളുടെ പ്രധാനമായ ആവശ്യം ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ ഇതുപോലെ വനംവകുപ്പ് ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. അതൊക്കെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വന്യമൃഗം പോലും ഈ പ്രദേശത്തേക്ക് ഇറങ്ങാതെ ഇവർ ജീവനും സ്വത്തിനും കൃത്യമായി സംരക്ഷണം നൽകി സംരക്ഷണം നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. വരും മണിക്കൂറിലും ഈ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. കാരണം കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ ഇവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ സ്ഥലം MLA പീരുമേട് MLA വാടൂർ സോമൻ, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരെല്ലാം സ്ഥലത്തുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വനമേഖലയുടെ പല ഭാഗങ്ങളായിട്ട് ഈ കാട്ടുപോത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാട്ടുപോത്ത് മാത്രമല്ല, വലിയ രീതിയിലുള്ള വന്യജീവിയുടെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ല എങ്കിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറിൽ തന്നെ ഉണ്ടാകും. അതായത് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിന് ഇതുവരെയും ആ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വനംവകുപ്പിന്റെ വിവിധ ടീമുകൾ തിരിഞ്ഞ് ഈ കാട്ടുപോത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുന്നു.